ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും പുറത്തേക്ക്. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായത് കാട്ടി വാസു സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിലും വാദം തുടരും. എം മനോജ് കൊല്ലത്ത് നിന്നും ചേരുകയാണ്. മനോജ്, സ്വാഭാവിക നടപടി എന്ന നിലയിൽ കോടതിക്ക് ജാമ്യം കൊടുത്തേ പറ്റൂ. SIT കുറ്റപത്രം നൽകിയിട്ടില്ല. അതിനാൽ വാസുവും ഇനിയും പുറത്തേക്കിറങ്ങുകയാണ്. ഒപ്പം തന്ത്രിയുമായി ബന്ധപ്പെട്ട കേസിൽ വാദം തുടരുകയാണ്. ഗൗതം, കഴിഞ്ഞ നവംബർ 11-ാം തീയതിയാണ് എൻ വാസു ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. 90 ദിവസം പൂർത്തിയായത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചത്. എന്തായാലും സ്വാഭാവിക ജാമ്യമാണ് തേടിയിരിക്കുന്നത്. വിജിലൻസ് കോടതിക്ക് മറ്റു പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതുപോലെ തന്നെ എൻ വാസുവിനും ജാമ്യം അനുവദിക്കേണ്ടി വരും. ഇതിലൊരു വിവേചനവും കാണിക്കാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും SIT ഇതുവരെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. ഇതിൽ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതോടെ കൂടുതൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് കിട്ടുന്നത്. എന്തെങ്കിലും കുറ്റപത്രം ഉണ്ടായിരുന്നെങ്കിൽ പ്രോസിക്യൂഷന് എതിർവാദം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നടപടിയും SIT പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ വാസു ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനാണ് സാധ്യത. നേരത്തെ തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 കേസുകളിലും ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായിരുന്നു. ഇതുവരെ 4 പ്രതികളാണ് ഈ കേസിൽ ജയിൽ മോചിതരായിട്ടുള്ളത്. അതിൽ ശ്രീകുമാർ മാത്രമാണ് 43-ാം ദിനം ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്ന ആൾ. എന്തായാലും എൻ വാസുവിന് ഇന്ന് ഈ കോടതി വാദം കേൾക്കുന്നതോടുകൂടി തന്നെ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടാനാണ് സാധ്യത. ഇനി വരും ദിവസങ്ങളിൽ മറ്റു പ്രതികളും ഇത്തരത്തിൽ ജാമ്യം തേടുകയാണ്. അതായത് KS ബൈജു നേരത്തെ തന്നെ ഈ ജാമ്യ ഹർജി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ A പത്മകുമാർ അടക്കമുള്ള പ്രതികൾ ഇനി കാത്തിരിക്കുകയാണ് 90 ദിവസം പൂർത്തിയാകുവാനായി കോടതിയെ സമീപിക്കാൻ. എന്തായാലും SITയുടെ നടപടി അത് തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് തുടർന്നു വരുന്നത്. അതായത് തന്ത്രി സമർപ്പിച്ചിരുന്ന 2 ജാമ്യാപേക്ഷകളിലും SIT അതിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ വാദം കഴിഞ്ഞ ദിവസം തുടർന്നു, ഇന്നും തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദം തുടരുക. എന്തായാലും വിജിലൻസ് കോടതിയിൽ ഈ ശബരിമല കേസിൻ്റെ നടപടികളൊക്കെ തന്നെ തുടർന്ന് വരികയാണ്. ഇതിനിടെയാണ് ഈ 5-ാമത്തെ പ്രതിയും ഈ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. കട്ടിളപ്പാളി കേസിൽ 3-ാം പ്രതിയാണ് എൻ വാസു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറും ഒക്കെ ആയിരുന്ന എൻ വാസു CPMൻ്റെ ഒരു പ്രതിനിധി കൂടെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളായിരുന്നു എൻ വാസു. ഈ യുവതീ പ്രവേശന സമയത്തൊക്കെ തന്നെ ശബരിമലയിൽ ഇത്തരത്തിലുള്ള നടപടികൾക്ക് സഹായകരമായത് എൻ വാസുവിൻ്റെ ചില നിലപാടുകളാണ്. എന്തായാലും അതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. ഈ എൻ വാസുവിന് ജാമ്യം ലഭിക്കുവാനായി പലതവണ കോടതിയെ സമീപിച്ചിരുന്നു. അന്നൊക്കെ ഈ ജാമ്യ ഹർജി തള്ളിപ്പോകുമ്പോഴും ഒരുപക്ഷെ ഉടൻ ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. കട്ടളപ്പാളി കേസിൽ മാത്രമാണ് വാസു പ്രതി. 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഓരോ പ്രതികളായി വരിവരിയായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയും വാസുവിൻ്റെ ഊഴമാണ്. സ്വാഭാവികമായും കോടതിക്ക് ജാമ്യം നൽകിയേ മതിയാകൂ. ആ നടപടികളിലേക്ക് കോടതി ഉടൻ കടക്കും. എം മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്.